ഹായ് ഫ്രണ്ട്സ്, കാർപ്പഡേത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, ഈ LPSAക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ PSCയിൽ കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന അതുപോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് കോംപ്രഹെൻഷനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമാകുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ചോദ്യത്തിലേക്ക് പോകാം, സമയം കളയണ്ട. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഷി വാസ് അക്യൂസ്ഡ് ഡാഷ് യൂസിങ് അൺഫെയർ മീൻസ് ഡാഷ് ദി എക്സാം. ഓപ്ഷൻസ്: ഓഫ് or on, with or in, for, at, by, during. What is the question? She was accused dash using unfair means dash the exam. The correct answer is she was accused of using unfair means on the examination. Accused always used with of. Accused of എന്നാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത്. അക്യൂസ്ഡ് വിത്ത് അല്ല, അക്യൂസ്ഡ് ബൈ അല്ല, അക്യൂസ്ഡ് ഫോർ അല്ല. നമ്മൾ എപ്പോഴും ഉത്തരം എഴുതുമ്പോൾ വായിച്ച് നോക്കിയിട്ടാണ് നമ്മൾ എഴുതുക. മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉത്തരം പലപ്പോഴും കൊണ്ടുവരിക. അപ്പോഴാണ് നമ്മൾ ഈ പ്രിപ്പോസിഷൻ തെറ്റിക്കുന്നത്. നമ്മളെന്താ ചെയ്യുക? ഷി വാസ് അക്യൂസ്ഡ്, നമ്മളതിന് നേരെ അങ്ങ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രിപ്പോസിഷൻ അങ്ങോട്ട് കുത്തിക്കയറ്റും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഓരോ വാക്കിൻ്റെ കൂടെ വെക്കേണ്ട വാക്കുകൾ കൂടി പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ചില ക്ലോസുകൾ പഠിക്കേണ്ടതുണ്ട്. ജെറണ്ട് ഉപയോഗിക്കേണ്ടത് ജെറണ്ട് ഉപയോഗിക്കണം. സോ ഇവിടെ ഷി വാസ് അക്യൂസ്ഡ് ഓഫ് ആണ്, അക്യൂസ്ഡ് ഓഫ് ആണ്. ഷി വാസ് അക്യൂസ്ഡ് ഓഫ് യൂസിങ് അൺഫെയർ മീൻസ് ഓൺ ദി എക്സാമിനേഷൻ ഓർ ഓൺ ദി എക്സാം. ബിക്കോസ് എന്താ ഓൺ ഉപയോഗിക്കാൻ കാരണം എന്താണ്? സ്പെസിഫിക് ടൈം സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ്: ഹി വാസ് അലർജിക് ഡാഷ് ക്യാറ്റ്സ് ഡാഷ് എ യങ് ഏജ്. Options: A, to, from, B, with, since, C, for, in, D, about, at. He was allergic dash cats dash a young age. The correct answer is he was allergic to cats since a young age. വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവനെന്താണ്, ക്യാറ്റുകൾ ഭയങ്കര അലർജിയാണ്. എക്സ്പ്ലനേഷൻ നോക്കിക്കോളൂ. അലർജിക് ടു ഇൻഡിക്കേറ്റ്സ് ദി റിയാക്ഷൻ ആൻഡ് സിൻസ് മാർക്സ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി അലർജി. സെൻസാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. മൂന്നാമത്തെ: ഷി ഈസ് ഫേമസ് ഡാഷ് ഹർ ചാരിറ്റബിൾ വർക്ക് ഡാഷ് ദി കമ്മ്യൂണിറ്റി. ഓപ്ഷൻസ്: ഓഫ്, ഫ്രം, വിത്ത്, ഓൺ, ഫോർ, ഇൻ, ബൈ, അറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഏതാ തോന്നുന്നു വെച്ചാൽ അത് എഴുതാം. ഞാൻ വേണമെങ്കിൽ ആൻസർ മറച്ചു വെക്കാം കുറച്ച് നേരം, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം നിങ്ങളത് ശരിയാണോ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. സോ ഇതിൻ്റെ ഉത്തരം നോക്കാം. ഷി ഈസ് ഫേമസ് ഡാഷ് ഹൗ ചാരിറ്റബിൾ വർക്ക് ഡാഷ് ദി കമ്മ്യൂണിറ്റി. ഓപ്ഷൻസ്: ഓഫ്, ഫ്രം, വിത്ത്, ഓൺ, ഫോർ, ഇൻ, ബൈ, അറ്റ്. കറക്റ്റ് ആൻസർ ഈസ് എന്താണ്? ഫോർ. ഷി ഈസ് ഫേമസ് ഫോർ ഹെർ ചാരിറ്റബിൾ വർക്ക് ഇൻ ദി കമ്മ്യൂണിറ്റി. ഷി ഈസ് ഫേമസ് ഫോർ ഹെർ ചാരിറ്റബിൾ വർക്ക് ഇൻ ദി കമ്മ്യൂണിറ്റി. എക്സ്പ്ലനേഷൻ നോക്കാം. ഫേമസ് ഫോർ ഡിനോട്ട്സ് ദ റീസൺ ഫോർ ഫെയിം. ഈ ചാരിറ്റബിൾ വർക്ക് കൊണ്ടാണ് ഷീ ഈസ് ഫേമസ്. സോ ഫോർ നമ്മൾ ഉപയോഗിക്കും. ഇൻ സ്പെസിഫൈസ് ദി പ്ലേസ് വേർ ദി വർക്ക് ഈസ് ഡൺ. കമ്മ്യൂണിറ്റിയിലാണ്, ഇൻ ദി കമ്മ്യൂണിറ്റി, അതുകൊണ്ടാണ് ഇന്ന് ഉപയോഗിച്ചത്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യനാണ്: ദ ടീച്ചർ റിമൈൻഡ്സ് ദി സ്റ്റുഡൻറ്റ്സ് dash the upcoming deadline dash their homework. The teacher reminded the students dash the upcoming deadline dash their homework. Options നോക്കാം: on, off, about, for, at, to, with, at. എന്താണ്? The teacher reminds the students about the upcoming deadline for their homework. The teacher reminded the students about the upcoming deadline. എന്തിനെ കുറിച്ചാണ്? about the upcoming deadline for their homework. എക്സ്പ്ലനേഷൻ നോക്കുക. about alert something to remember something. for indicates the purpose. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് തന്നെയാണ്. അഞ്ചാമത്തെ നോക്കാം. he placed the trophy dash the shelf dash the highest point. Options: on, off, at, in, at, by, for. He placed the trophy dash the shelf dash the highest point.
ഓപ്ഷൻ സി ആണ് ശരിയായത്. ഹി പ്ലേസ്ഡ് ദി ട്രോഫി ഓൺ ദി ഷെൽഫ്. എവിടെയാണ്? ഷെൽഫിന് മുകളിലാണ്. അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്, അതിൽ തന്നെ എവിടെയാണ്? അറ്റ് ദി ഹയസ്റ്റ് പോയിന്റിലാണ് വെച്ചിട്ടുള്ളത്. പ്ലേസ്ഡ് ഓൺ സ്പെസിഫൈസ് ദി ലൊക്കേഷൻ, അറ്റ് ഡിനോട്ട്സ് ദി പൊസിഷൻ വിത്തിൻ ദാറ്റ് ലൊക്കേഷൻ. വീണ്ടും ആ പൊസിഷനിൽ ഒരു എക്സാക്റ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ നമുക്കതിനെ ലൊക്കേഷൻ ഡിനോട്ട് ചെയ്യാൻ അറ്റ് ഉപയോഗിക്കും. 11. Read the passage and answer. Sarah could not decide dash to disclose her secret dash her best friend. Sarah could not decide whether to disclose her secret to her best friend. ആൻസർ എ ആണ്. അതായത് സാറക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്തിനാണ്? വെദർ ടു ഡിസ്ക്ലോസ് ഹെർ സീക്രട്ട് ടു ഹെർ ബെസ്റ്റ് ഫ്രണ്ട്. അവരുടെ ഫ്രണ്ടിനോട് ഈ സീക്രട്ട് ഡിസ്ക്ലോസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. സോ വെദർ ഇൻട്രൊഡ്യൂസ് ദി ചോയ്സ്, ഒരു ചോയ്സ് ഉണ്ട് അവിടെ, ഡിസ്ക്ലോസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. സോ 11 അതാണ് ഉത്തരം. 12 നോക്കാം. ക്വസ്റ്റ്യൻ 12. Complete the sentence with the appropriate word. The storm was dash intense that we had to seek shelter. The storm was such intense that we had to seek shelter. അവിടെ നമുക്ക് സോ ഉപയോഗിക്കാം അല്ലേ? സച്ചിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നത് സോ ദാറ്റ് ആയിരിക്കും. ദി സ്റ്റോം വാസ് സോ ഇൻറ്റൻസ് ദാറ്റ് വി ഹാഡ് ടു സീക്ക് ഷെൽട്ടർ. എന്തോ ഒരു തെറ്റ് പറ്റിയാണ്. സോ ദാറ്റാണ് ഉപയോഗിക്കുക. അത് മാറ്റി മനസ്സിലാക്കുക. സോ ദാറ്റ്. ദെൻ 13. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് എപ്പിറ്റം ഇൻ ദി സെൻറ്റൻസ്? ഹി വാസ് കൺസിഡേർഡ് ദി എപ്പിറ്റം ഓഫ് സക്സസ്. എപ്പിറ്റം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് എപ്പിറ്റം ഇൻ ദി സെൻറ്റൻസ്? ഹി വാസ് കൺസിഡേർഡ് ദി എപ്പിറ്റം ഓഫ് സക്സസ്. ഓപ്ഷൻ representation, failure, deviation, obstacle. Correct answer is option 8, representation. He was considered the epitome of success. സക്സസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. സോ ക്വസ്റ്റ്യൻ 14. വിച്ച് വേർഡ് ഈസ് ആൻ antonym ഓഫ് കൺവല്യൂറ്റഡ്? കൺവല്യൂറ്റഡ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്ഷൻ സിമ്പിൾ, കോംപ്ലക്സ്, കോംപ്ലിക്കേറ്റഡ്, ഇൻട്രിക്കേറ്റ്. കറക്റ്റ് ആൻസർ ഈസ് സിമ്പിൾ. സോ കൺവല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും കോംപ്ലക്സ് ആയ കാര്യമാണ്. കോംപ്ലക്സ് ആയ ഒരു കാര്യത്തിന് കൺവല്യൂട്ടഡ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ഓപ്പോസിറ്റ് വേർഡ് ഈസ് സിമ്പിൾ. അടുത്തത് 15. ഐഡൻറ്റിഫൈ ദി ഗ്രാമറ്റിക്കൽ എറർ. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് വർ ഗിവൺ എ ഡിഫറെൻറ്റ് അസൈൻമെൻറ്റ്. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് വർ ഗിവൺ എ ഡിഫറെൻറ്റ് അസൈൻമെൻറ്റ്. ഈച്ച് ഓഫ് ദി കഴിഞ്ഞാൽ each of the students was given a different assignment. Each of the students was enna madi. Each is singular, so was given should be used instead of were given. അതുപോലെ തന്നെ ഈച്ച് ഓഫ് ദി എന്ന് പറഞ്ഞാൽ ഈച്ച് ഓഫ് ദി സ്റ്റുഡൻ്റ് അല്ല, ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് ആണ്. അതും ശ്രദ്ധിക്കണം. അങ്ങനെയും ചോദിക്കാറുണ്ട്. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് ഈസ് ഗിവൺ ഓർ വാസ് ഗിവൺ. സോ ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് വാസ് ഗിവൺ ആണ്. സിംഗുലർ ആണ് പിന്നെ ഉപയോഗിക്കേണ്ടത്. പക്ഷേ സ്റ്റുഡൻസിന് പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് 21. ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി ലിറ്റററി ഡിവൈസ് ഇൻ ദി സെൻറ്റൻസ്. ഹർ വോയിസ് വാസ് മ്യൂസിക് ടു ഹിസ് ഇയേഴ്സ്. ഹിസ് വോയിസ് വാസ് മ്യൂസിക് ടു ഹിസ് ഇയേഴ്സ്. അതിൻ്റെ ഓപ്ഷൻ സിമ്പിൾ, മെറ്റഫോർ, പേഴ്സണിഫിക്കേഷൻ, ഹൈപ്പർബോളെ. ഹർ വോയിസ് വാസ് മ്യൂസിക് ടു ഹിസ് ഇയേഴ്സ്. അവളുടെ ശബ്ദം അവളുടെ കാതുകൾക്ക് സംഗീതം പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊരു ലിറ്റററി, അതിന് എന്താണ് ഒരു വൺ വേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇറ്റ്സ് എ മെറ്റഫോറാണ്. ഇറ്റ്സ് എ മെറ്റഫോർ. 22. ദ സെൻറ്റൻസ് കമ്പയർസ് ഹെർ വോയിസ് ഡയറക്ട്ലി ടു മ്യൂസിക് വിത്തൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. സോ ഇത്തരത്തിലുള്ളതിന് മെറ്റഫോർ എന്നാണ് വിളിക്കുക. ദെൻ അടുത്തത്. ഹൂ ഈസ് ദി ഓഥർ ഓഫ് ദി നോവൽ ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ്? ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ് ആരുടേതാണ്? ഫ്യോഡർ ദൊസ്റ്റോവ്സ്കി, ലിയോ ടോൾസ്റ്റോയ്, ആന്റോൺ ചെഖോവ്, വ്ളാഡിമിർ നബോക്കോവ്. Who is the author of the novel Crime and Punishment?
അറിയാം എന്ന് കരുതുന്നു. ഫ്യോഡർ ഡസ്റ്റോസ്കി. ഫ്യോഡർ ഡസ്റ്റോസ്കിയുടെയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. അടുത്തത്, വാട്ട് ഈസ് ദി മെയിൻ തീം ഓഫ് ദി പ്ലേ ഒതെല്ലോ? ഒതെല്ലോയുടെ മെയിൻ തീം എന്താണ്? ഇറ്റ്സ് ഓപ്ഷൻ ജലസി, അംബിഷൻ, ലോയാലിറ്റി, ബിട്രയൽ. ദി ആൻസർ ഈസ് ജലസി. Question, which of the following is a rhetorical device? Which is a rhetorical device? Option footnote, preface, epigram, appendix. ഇതിൽ ഏതാണ് ഒരു rhetorical device ഏതാണ്? The option is epigram. Epigram ആണ് rhetorical device. 25. In this sentence, despite the storm, the ceremony proceeded. What does despite indicates? ഡിസ്പൈറ്റ് ദി സ്റ്റോം ദ സെറമണി പ്രൊസീഡഡ് എന്ന നിലയിൽ ഡിസ്പൈറ്റ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ കോസ്, ടൈം, കണ്ടീഷൻ, കോൺട്രാസ്റ്റ്. ഡിസ്പൈറ്റ് എപ്പോഴും എന്താണ്? ഇൻസ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ് ഓഫ് ഓർ ഡിസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ കോൺട്രാസ്റ്റ്. ഇറ്റ്സ് എ കോൺട്രാസ്റ്റ്. ഡിസ്പൈറ്റ് ഇൻട്രൊഡ്യൂസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദി സ്റ്റോം ആൻഡ് കണ്ടിന്യൂവേഷൻ ഓഫ് ദി സെറമണി. സോ അത്രയേ ഉള്ളൂ. കുറച്ച് പ്രിപ്പോസിഷൻസ് ആണ്. അത് ഏതെല്ലാം തരത്തിലായിരിക്കും വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് തന്നത്. സോ ഇത്തരത്തിലുള്ള കൂടുതൽ പ്രിപ്പോസിഷനുള്ള വീഡിയോസ് ചെയ്ത് നോക്കുക. താങ്ക് യു.